കിലോമീറ്ററോളം ഈ വഴിയിലൂടെ നടന്നു വേണം ഇവർക്ക് അങ്ങാടിയിലെത്താൻ. റേഷൻ കടയിൽ നിന്ന് ആഴ്ചയിൽ ലഭിക്കുന്ന അരി കൊണ്ട് ജീവിക്കാനാകില്ലെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യത്തിനുത്തരം, ചക്കയുള്ളതിനെ കൊണ്ട് ജീവിച്ചു പോവുക, അങ്ങനെയാണ് ഞങ്ങളെ ഘട്ടം. പിന്നെ റേഷൻ കടയിൽ നിന്ന് 30 കിലോ അരി കിട്ടും, അത് ആഴ്ചയിൽ കഴിയില്ല. പുറത്തുള്ള ആളുകളുമായി സമ്പർക്കമില്ലാത്തതിനാൽ ഞങ്ങളെ കണ്ടപ്പോൾ പലരും അകത്തൊളിച്ചു. പിന്നെ സംസാരമൊക്കെ മറയ്ക്കപ്പുറത്ത് നിന്ന്. കാട്ടിൽ കേങ്ങുണ്ടെങ്കിൽ അത് കുഴിച്ച് തിന്നും, അത്രയേ ഉള്ളൂ. മഴ പെയ്യുന്ന രാത്രികളിൽ ഈ മണ്ണിൽ കിടന്നു വേണം ഉറങ്ങാൻ. ഈ വീടുകൾ ഒരു കാറ്റിൽ നിലം പൊത്തിയേക്കാം. ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് ഇവരെ മാറ്റി പാർപ്പിച്ചിരുന്നു. മുതുകാട് വീട് സ്ഥലം കിട്ടിയിട്ടെന്താ പോകാത്തെ? അവിടെ പണിയുണ്ടാകില്ല, പട്ടിണി വിട്ട് ചത്തുപോ. കഴിഞ്ഞ കൊല്ലം അല്ല, ഒരു കൊല്ലം ഞങ്ങൾ പോയി. പിന്നെ തിരിച്ച് ഇവിടെ വന്ന് ഞങ്ങൾ പണിയെടുത്ത്. ഇതും ഒരു വീടാണ്. ഒരുപാട് ഫണ്ടും ഒരുപാട് പദ്ധതികളും വിനിയോഗിച്ചിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ആദിവാസികൾ ഇപ്പോഴും ഇത്തരം വീടുകളിൽ താമസിക്കുന്നത്? അവർക്കനുകൂലമായല്ല ഒരു പദ്ധതിയും വിഭാവനം ചെയ്യുന്നത് എന്നാണ് അതിനുള്ള മറുപടി. ക്യാമറ പേഴ്സൺ സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.